രക്ഷിക്കണേ എന്നെ മാത്രം. മാഷാ അല്ലാഹ്. അയ്യോ ബാങ്ക് വിളിച്ചു തുടങ്ങി. എടാ തെണ്ടി ബാങ്ക് വിളിച്ചതല്ലേ? അല്ല, ഞാൻ പാട്ട് കേട്ടത്. പാട്ട് കോപ്പ്. എന്റെ നോമ്പ് മുറിഞ്ഞടാ. എന്തുവാ നിനക്കെന്താ നോമ്പ്? ആദിത്യ നായരെ, നിനക്കത് പറയാം. നോമ്പെടുത്താലേ ഫ്രീ ഫുഡ് കിട്ടും ഇക്കാന്റെ കടയിന്ന്. എന്റെ കാര്യം എടാ പിപ്പിരിത്തലെ ഫ്രീ ഫുഡ് കിട്ടണേ നിനക്ക് ഇക്കാന്റെ ഇടയിൽ വേഷം മാറിപ്പോയാ പോരാ. ഇനി നോമ്പൊക്കെ എടുക്കണോ? ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല. ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെമ്പരത്തി, നല്ല സെമ്പരത്തി. ഇങ്ങനെ ഒന്നും പോരാ, ഇവിടെ ഫുൾ മട്ടന്റെ ബോർഡ് എഴുതി തൂക്കണം. ഇക്ക ഫ്രീ ഫുഡ്. ആർക്കാ ഫുഡ്? അനക്ക് ഫ്രീ ഫുഡ്. കനത്തിന് തരൂ ഇക്ക. പെലയാടി മോനെ. ശിവനെ ഇക്ക. ആളെ പറ്റിക്ക് ഓരോരോ ഹറാം പറപ്പുകള്. ചന്ദനോട്ടെ പറ്റി കോവിലിൽ പോയി ഫ്രീ ഫുഡ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുറി വാങ്ങിക്കാൻ പറഞ്ഞു. അല്ലാ, ഇത്രയും ദിവസം മോണ് പോലും തൂക്കാൻ പറ്റിയില്ലല്ലേ. അസ്സലാമു അലൈക്കും. അനക്ക് പറഞ്ഞ തരൂട ഹാമുക്കേ. എന്താണിത് ചാമ്പയ്ക്ക? നീ നമ്മടാളായ. ഇനി ഫ്രീ ഫുഡ് തരൂ. അനക്ക് എത്ര ഫുഡ് വേണം തരാൻ പുള്ള. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞു പോയിന്നേ. എന്റെ ചുക്ക. ഇക്ക 2 ദിവസം ആശുപത്രിയിൽ വേദനയോടെ കിടക്കായിരുന്നു. ദിവസം പോയതുപോലെ അറിഞ്ഞില്ല. പ്ലീസ് ഫുഡ് ഒന്ന് വെച്ചിരു. ഇളം ചാമ്പയ്ക്ക. അനക്ക് നമ്മൾ ഫുഡ് തരാം. ഫുഡ് തരൂ തരൂ. ഈജൊരു കാര്യം ചെയ്യും. കടക്കകത്തോട്ട് കയറി അടുക്കളയുടെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടും അവിടെ അങ്ങോട്ട് ഇരുന്നോളി. പൊറോട്ട കിട്ടൂ? പൊറോട്ട ഇറച്ചി കിട്ടും. സുബ്ഹാനല്ലാ, നോമ്പിന്റെ ഫലം അറിഞ്ഞു തുടങ്ങിയത്. ഒന്നിനെ അങ്ങോട്ട് കനിഞ്ഞു തന്നല്ല ഇടച്ചാമ്പയ്ക്ക. ഇക്ക ഇതൊന്നും നിൽക്കാൻ മീറ്റുകളൊക്കെ ആയിട്ട്